നമസ്കാരം. ഏത് രീതിയിൽ ആട്ടി ഓടിക്കാൻ നോക്കിയിട്ടും അല്ലെങ്കിൽ ആളെ കൂട്ടി കൊല്ലാൻ ശ്രമിച്ചിട്ടും മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രിക്ക്. 1951 വെറും 12% മാത്രം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ 40% എത്തിയിരിക്കുന്നു. ഒരു പത്രസമ്മേളനത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാണ്. ഒരു വിഭാഗം മാത്രം ഇങ്ങനെ വളർന്നു പന്തലിക്കുന്നു, മറ്റു വിഭാഗങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ള വളർച്ചയില്ല. എന്നാൽ ഈ ഒരു വിഭാഗത്തെ ആട്ടിയോടിക്കുന്നുണ്ട്, പൗരത്വം നിഷേധിക്കുന്നുണ്ട്, ആളെ കൂട്ടി സംഘപരിവാരങ്ങൾ കൊന്നുകളയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും മറ്റു പല കാര്യങ്ങൾ ഇവർ ഉന്നയിച്ചുകൊണ്ട് വെറുതെ കൊന്നുകളയുക. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഇവിടെ അസം മുഖ്യമന്ത്രി അല്ലെങ്കിൽ സംഘപരിവാരങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വിഭാഗത്തിന് വലിയ വളർച്ചയുണ്ടാകുന്നു. അസമിൽ 40% ഇപ്പോഴത്തെ മുസ്ലിം ജനസംഖ്യ. ഇത് BJP സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ഒരു പത്രസമ്മേളനത്തിനിടെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇത്തരത്തിലൊരു അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. നേരത്തെ പലപ്പോഴും ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും ഇയാൾ നടത്തിയിട്ടുണ്ട്. പൗരത്വ നിയമത്തിന്റെ കാറ്റ് ഏറെക്കുറെ പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു നീക്കം പോലും നടത്താൻ കഴിയില്ല എന്നത് NDA സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. അമിത്ഷാക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. നരേന്ദ്രമോദിക്ക് മൗനമാണ്. ചന്ദ്രബാബു നായിഡു ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുള്ള വ്യക്തിയാണ്. പലപ്പോഴും ഇവിടെ BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്വന്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതിയിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു. ഏറെക്കുറെ അതുകൊണ്ട് തന്നെ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ ഈ നിയമം നടപ്പിലാക്കുന്നത് ഞങ്ങളായിരിക്കും ആദ്യം എന്ന് പറഞ്ഞ അസം മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിച്ച ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ പലരുടെയും പൗരത്വം തിരിച്ചു കൊടുക്കാൻ സുപ്രീം കോടതി അടുത്ത ദിവസങ്ങളിൽ ഉത്തരവിടുകയുണ്ടായി. പല സ്റ്റേറ്റുകളിലും പൗരത്വം നിഷേധിച്ചിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. അതായത് BJPയുടെ ആ ഒരു പരിപ്പ് എന്തായാലും നമ്മുടെ രാജ്യത്തെ കലത്തിൽ വേവില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴിതാ മുസ്ലിങ്ങളുടെ വളർച്ച അത് BJPയെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പോൾ തന്നെ BJP ഏറെക്കുറെ ശുഷ്കിച്ചില്ലാതായിരിക്കുന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ BJPയിൽ നിന്നും ഇപ്പോഴും ഇന്ത്യ മുന്നണിയിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ ഒഴുക്ക് തുടരുകയാണ്. നേരത്തെ BJP പണം കൊടുത്ത് വാങ്ങിച്ച ചില ആളുകൾ, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി കൂടെ കൂട്ടിയ ആളുകൾ, EDയെയും CBIയെയും ഒക്കെ വെച്ച് കൂടെ കൂട്ടിയ ആളുകൾ, ഇവരെല്ലാവരും കൂട്ടത്തോടുകൂടി BJPയിൽ നിന്നും വിട്ട് കോൺഗ്രസിലേക്കും ഇന്ത്യ സഖ്യത്തിലേക്കും ചേക്കേറുകയാണ്. ആ ഒരു നിലക്ക് BJP യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ മുസ്ലിങ്ങളുടെ യഥാർത്ഥ കണക്ക് അസം മുഖ്യമന്ത്രിക്ക് തുറന്നു പറയേണ്ടി വരുന്നത്. രാജ്യത്ത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എടുത്ത നിലപാട് അത് ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്, കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം അത് BJPക്ക് അറിയാം. എവിടെ നിന്നാണ് സഹായങ്ങൾ വന്നത് എന്ന് കോൺഗ്രസിനും അറിയാം. എന്തായാലും രാഹുൽ ഗാന്ധി ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് എല്ലാ നിലക്കും ഇതുവരെ അഹങ്കരിച്ചിരുന്ന, അട്ടഹസിച്ചിരുന്ന, വർഗീയതയും മതസ്പർദ്ധയും ഒക്കെ പറഞ്ഞ് പാർലമെന്റിനകത്ത് പോലും അട്ടഹസിച്ചിരുന്ന സംഘപരിവാരങ്ങൾ വല്ലാതെ ഭയന്നുപോയി എന്നുള്ളതാണ്, ചൂളിപ്പോയി എന്നുള്ളതാണ്. അതിന്റെ ചില അലയൊലികളാണ് നമുക്കിപ്പോൾ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പോലും രാജ്യത്തെ മുസ്ലിങ്ങളുടെ കണക്ക് കൃത്യമായി പറയുന്നു. ഒരു സമയത്ത് ഈ മുസ്ലിങ്ങളെയൊക്കെ അടിമകളാക്കി വെച്ച് കൈകാര്യം ചെയ്തിരുന്ന BJPക്ക് കാര്യങ്ങൾ അവരുടെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം അധികാരം കയ്യിലുണ്ട്, പണം കയ്യിലുണ്ട്, ഗുണ്ടായിസമുണ്ട്, പോലീസുണ്ട് എന്നൊക്കെ കരുതി മുസ്ലിങ്ങളെ വായി തുറക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇവിടെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാകണം, പരസ്പരം സഹവർത്തിത്തോടു കൂടി പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ ശക്തമായ ഒരു താക്കീത് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഒക്കെ കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതെങ്കിലും ഒരു പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പറയുന്നതല്ല.
ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ റോള് വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാജ്യത്തെ ജനപ്രതിനിധികൾ മുഴുവൻ പോയി അംബാനിയുടെ വീട്ടിലെ കല്യാണം കൂടാൻ പോയി, തിക്കും തിരക്കും കൂട്ടി ആളാകാൻ വേണ്ടി ശ്രമിച്ചു. എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടുമോ എന്ന് നോക്കി അംബാനിയുടെ വീടിന് ചുറ്റും നടന്നു. അടുക്കളപ്പുറത്ത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാവലിരുന്ന ഒരു സാഹചര്യം. എത്രമാത്രം നാണം കെട്ട ഒരു അവസ്ഥയാണെന്ന് ചിന്തിക്കണം. എന്നാൽ ഇവിടെ അന്തസ്സോടുകൂടി ആ കല്യാണത്തിന് ഇല്ല എന്ന് പറഞ്ഞ് രാജ്യത്തെ ജനങ്ങൾ എന്തായിരുന്നു ചിന്തിച്ചത്, ജനങ്ങൾ എങ്ങനെയാണോ ഇവിടെ രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്നത്, ആ ഒരു റേഞ്ചിലേക്ക് വളരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടെ നേരത്തെ അംബാനിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അനാഥ ബാലന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടിയെ താലോലിക്കുന്നത് ശരിയല്ല എന്ന് പഠിപ്പിച്ചത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിക്ക് ആരുമില്ല, അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും ഒന്നുമില്ല. ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടിയെ താലോലിക്കാൻ പാടില്ല. അത് ആ കുട്ടിയോട് ചെയ്യുന്ന വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ഞാന് പ്രവാചകൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ടോ പറഞ്ഞതല്ല. അംബാനിയുടെ വിവാഹം രാജ്യത്തെ എത്രയോ പട്ടിണി പാവങ്ങൾ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം വിശപ്പകറ്റാൻ ഒരു നിർവാഹവുമില്ലാതെ ജീവിക്കുന്ന ചേരികളിലും തെരുവുകളിലും സ്വന്തമായി വീടോ അതുപോലെ തന്നെ പുരയിടമോ ഇല്ലാതെ പ്രായപൂർത്തിയെത്തിയ മക്കളെയും കൊണ്ട് തെരുവിൽ കഴിയേണ്ടി വരുന്ന മാതാപിതാക്കളുള്ള നമ്മുടെ രാജ്യത്ത് ഇത്ര വലിയ ആർഭാടപൂർവമുള്ള ഒരു വിവാഹം നടത്തുന്നു. ആ വിവാഹത്തിൽ രാജ്യത്തെ ജനപ്രതിനിധികൾ എല്ലാ വിഭാഗം ആളുകൾക്കും സംരക്ഷണം കൊടുക്കേണ്ട, അവർക്കു വേണ്ടി കൂടെ പ്രവർത്തിക്കേണ്ട, അവരോടൊപ്പം നിൽക്കേണ്ട ജനപ്രതിനിധികൾ പോയി ആ വിവാഹം ആഘോഷിച്ചപ്പോൾ എന്തായാലും ആ ഒരു രീതി ഞാൻ എന്തായാലും അതിനില്ല, അത്തരത്തിൽ ഒരു വിവാഹം ആഘോഷിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു വ്യക്തി. തീർച്ചയായും അത് രാജ്യത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് രാഹുൽ ഗാന്ധി ഉയർന്നു വരുന്നതിന്റെ ചില കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാനായത്. എന്തായാലും ഇവിടെ സംഘപരിവാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഒരു ഭയാശങ്കയിൽ തന്നെയാണ്. കാരണം അവർ മുഖ്യധാരയിൽ നിന്നും പുറത്തു പോകുന്ന അല്ലെങ്കിൽ പുറത്തു പോകാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് മെല്ലെ 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ബീഹാറിൽ 5-10 ദിവസം കൊണ്ട് വീണ പാലങ്ങളുടെ കണക്കും അതുപോലെ തന്നെ ഒരുപാട് അഴിമതി കഥകൾ പുറത്തു വരാനുണ്ട്. നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും NDAയുടെ ഭരണസമയത്ത് 10 വർഷത്തോളം ഭരിച്ചു. ഈ ഭരണസമയത്ത് മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന മറ്റു മന്ത്രിമാരുടെയും ഒക്കെ വിദേശ നിക്ഷേപങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ട, പക്ഷെ കുറച്ചൊക്കെ അതിൽ സത്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അമിത്ഷാ തിരഞ്ഞെടുപ്പിന്റെ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ അമിത്ഷായുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണക്കുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അമിത്ഷായുടെ ജോലി പറയുന്നത് ഒരു കർഷകനാണ്, പൊതുപ്രവർത്തകനാണെന്നാണ്. കർഷകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് 5-10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള സമ്പാദ്യം ഞെട്ടിക്കുന്നതാണ്. എന്തായാലും ആ കണക്കുകൾ ഞാൻ ഇനി പറയുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ പല കഥകളും പുറത്തു വരാനുണ്ട്. വല്ലാതെ ഭയന്നിരിക്കുന്നു സംഘപരിവാരങ്ങൾ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.